ഹലോ. സോ ഇതേ നമ്മുടെ ഇന്നത്തെ മുംബൈയിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. അതെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം താമസിച്ച ഹോട്ടലിൽ നിന്ന് താഴോട്ട് വന്നപ്പോ നമുക്ക് ഒരു സൈഡ് താജ്മഹലും മറ്റൊരു സൈഡ് ഇന്ത്യ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദൃശ്യം നമുക്ക് കാണാൻ പറ്റി. അപ്പൊ ഇവിടെ നിന്ന് തന്നെ ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ചു. അതെ, ഒരു വാക്ക് വേ ഉണ്ട്. അവിടെ നിന്നാണ് നമ്മളിപ്പോ ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ചത്. പിന്നെ ഇവിടെ ഒരുപാട് സീഗൾസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ എലിഫന്റ കേവ്സിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് സീഗൾസിനെ കണ്ടിട്ടുണ്ടാവും. ആ സീഗൾസിന് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. രാവിലെ കൂടി ആയതുകൊണ്ട് ഒരുപാട് ഇവിടെ ആൾക്കാർ ഫുഡ് കഴിക്കും. അതെ അതെ. ഇപ്പൊ നമ്മള് മുംബൈ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇതാ ശരിക്കുള്ള മുംബൈ. ചുമ്മാ ഹോൺ അടിച്ചോണ്ടേയിരിക്കും. ചുമ്മാ എന്തിനോ ഇത്രയ്ക്ക് ഹോൺ അടിക്കണം. വെറുതെ ഹോൺ അടിക്കണം. മുംബൈയിൽ നിങ്ങൾ റോഡിലൂടെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം. എവിടുന്ന ഏത് വഴിക്കാ വണ്ടികൾ വരിക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ സൗത്ത് മുംബൈ വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓട്ടോ ബാൻഡാണ്. സൗത്ത് മുംബൈ മുഴുവൻ ഓട്ടോ ബാൻഡാണ്. അതേസമയം നമുക്ക് ഒരുപാട് കാർ ടാക്സി കിട്ടും. സാൻഡ്രോയുടെയൊക്കെ ചെറിയ ടാക്സികൾ ഒരുപാടുണ്ട്. നോമിനൽ റേറ്റ് ആണ്. ഓട്ടോയുടെയൊക്കെ റേറ്റ് അത്രയൊക്കെ വരുള്ളൂ, ഒരുപാട് റേറ്റ് വരില്ല. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ലിയോപോൾഡ് കഫേയുടെ, മുംബൈയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ലിയോപോൾഡ് കഫേയുടെ മുന്നിലാണ്. മുംബൈ അറ്റാക്ക് 2008 നവംബർ 26 മുംബൈ അറ്റാക്സ് നടന്നപ്പോൾ ആദ്യം ടെററിസ്റ്റുകൾ വന്ന് അറ്റാക്ക് ചെയ്ത സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഈ മുംബൈ ലിയോപോൾഡ് കഫേയുടെ ഫ്രണ്ടിൽ വെച്ച് 2 ടെററിസ്റ്റുകൾ വന്നിട്ട് തുരുതുര വെടിവെക്കുകയായിരുന്നു. ഇപ്പോഴും നമുക്ക് ഇവരുടെ ചുമരിലൊക്കെ ഈ ഒരു വെടിയുണ്ടകളൊക്കെ വന്ന് തറച്ചതിന്റെ പാടൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഇപ്പോഴും കാണാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ ലിയോപോൾഡ് കഫേലാണുള്ളത്. അപ്പൊ മുംബൈ അറ്റാക്സ് 2008 നടന്നതിന്റെ ഒരുപാട് ബുള്ളറ്റ് മാർക്സുകളും മറ്റും നമുക്കിവിടെ ചുമരിലും മറ്റും കാണാൻ പറ്റും. നമ്മൾ ഇരുന്ന ടേബിളിന്റെ ഇവിടെയും ഒരു ബുള്ളറ്റ് മാർക്ക് കാണാം. ബുള്ളറ്റ് ഇവിടെ കയറി ഇറങ്ങി പോയത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊരു വുഡിന്റെ പില്ലറാണ്. അപ്പൊ നമ്മളൊരു ബ്രൗണി ഓർഡർ ചെയ്തു. ലിയോപോൾഡ് സ്പെഷ്യൽ ബ്രൗണിയാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇവിടെ കണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയോപോൾഡ് കഫേയുടെ തൊട്ടടുത്താണ് നമ്മുടെ കൊളാബ പോലീസ് സ്റ്റേഷൻ. അതായത് ഈ കാണുന്നത് കൊളാബ പോലീസ് സ്റ്റേഷനാണ്. ഈ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വെച്ച് ഈ ലിയോപോൾഡ് കഫേയിൽ നേരിട്ട് വെടിവെക്കുകയാണ് ഉണ്ടായിരുന്നത് ടെററിസ്റ്റുകൾ. ഇത്ര അടുത്തായിട്ട് പോലും നമുക്ക് ഒട്ടും തന്നെ തടയാനുള്ള ശേഷി അന്നില്ലായിരുന്നു. നല്ല ഗൺസുകളോ ഒന്നും തന്നെ ഈ തീവ്രവാദികളെ നേരിടാൻ നമ്മുടെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ മുംബൈ പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് ചെയ്യാതെ എന്തായാലും നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് ലിയോപോൾഡ് കഫേയുടെ ഫ്രണ്ടിൽ തന്നെ ഷോപ്പിങ്ങിനായിട്ട് ഒരു വലിയ ഏരിയ ഉണ്ട്. ഇപ്പൊ ഡ്രസ്സ് ആയാലും ശരി, ബാക്കിയുള്ള ആക്സസറീസ് ആയാലും ജെന്റ്സിനായാലും ലേഡീസ് ആയാലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, അതും ചീപ്പ് റേറ്റില്. I was here. You were here. So what did you? Terrorist, but I just heard the sound of Gunshots and all. So you ran away from here? Yeah, I ran away from here. Yeah. Okay. Yeah, thank you, man. Thank you. യെസ്, അപ്പോൾ നമ്മൾ ലിയോപോൾഡ് കഫേന്ന് നേരെ വന്നത് ധോബിഘട്ടിലേക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ ലോണ്ടറിയാണിത് ധോബിഘട്ട്. ഒരുപാട് ധോബീസ് നമുക്കിവിടെ മുംബൈയിലുള്ള പ്രധാനപ്പെട്ട ഹോട്ടൽസ് അതുപോലെ ഹോസ്പിറ്റൽസിലേക്ക് അതെ തുണികൾ ഓപ്പൺ ആയിട്ടിരുന്ന് വാഷ് ചെയ്യുന്ന സ്ഥലമാണ്.
വേറെ അവിടെ നിന്ന് നോക്കാം. ഈ കാണുന്നതൊക്കെ ആക്ച്വലി വാഷിംഗ് മെഷീൻസ് ആണ്. വളരെ വലിയ വാഷിംഗ് മെഷീൻസ് ആണ്. ഒരുമിച്ച് ഒരുപാട് തുണികൾ കഴുകാൻ പറ്റുന്ന വാഷിംഗ് മെഷീൻസ് ആണ്. ക്യാൻ ഐ ടേക്ക് എ ഫോട്ടോ വീഡിയോ? ഈസ് ഇറ്റ് വാഷിംഗ് മെഷീൻ? വാഷിംഗ് മെഷീൻ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. കിतना കിലോ? 200 पीस हो. ओके 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 ओके. 200 पीस at a time. At a time. Okay. Per time. Oh, okay okay. ധോബിഘട്ടിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് പോലെ ഒരു വ്യൂ ഡെക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് കാണാൻ പറ്റുമെന്നാണ് താഴെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ധോബിഘട്ട്. ഒരുപാട് തുണിയൊക്കെ ചേട്ടൻ ആറിയിട്ടൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. മുഴുവൻ തുണികളാണ്. ഒരു എൻറ്റയർ ഏരിയയിലെ മൊത്തം ആൾക്കാരും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. മുംബൈയുടെ 2 ലൈഫ് നമുക്കിവിടെ കാണാം. പിന്നിൽ വലിയ ബിൽഡിങ്സുകൾ, ഫ്ലാറ്റുകളും മറ്റും. അതേസമയം ഇവിടെ ചെറിയ കുടിലുകൾ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നു, ജോലി ചെയ്യുന്നു. ധോബിഘട്ടിൻ്റെ ഒരു ഹിസ്റ്ററി ഇവിടെ എഴുതിയിട്ടുണ്ട്. മഹാലക്ഷ്മി ധോബിഘട്ട് എന്ന ഇതിൻ്റെ പേര്. ഒരു 140 years ago ഉണ്ടാക്കിയ ഒരു സംഭവമാണിത്. ലെറ്റ്സ് ഗോ, പോവല്ലേ? ഓക്കെ. അപ്പം നമ്മൾ ധോബിഘട്ടിൻ്റെ വ്യൂ പോയിന്റ് ഇതാ കഴിഞ്ഞ് മുന്നോട്ട് പോവാണ്. ഇത്രയും തിരക്കുള്ള റൂട്ടിലൂടെ കുതിരപ്പുറത്ത് രാജാവിനെ പോലെ പോകുന്ന ഒരു മനുഷ്യൻ. അത് സ്റ്റെപ്പിനി ആയിരിക്കും. നീ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടാ? ഉച്ചാളി കേട്ടിട്ടുണ്ട്. ആ ധാരാവിയാണ് ഈ കാണുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മള് ധോബിഘട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വന്നത് ധാരാവി കാണാനാണ്. മുംബൈയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചേരി സ്ലം ഡോഗ് മില്യണയർ സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലൊക്കെ കണ്ട ധാരാവി സ്ലം ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചേരി പ്രദേശമാണിത്. അപ്പൊ നമുക്ക് കുറച്ച് ഭാഗം ഈ ധാരാവിയുടെ അറിയില്ല. അതെ അതെ. ധാരാവി ലോകത്തിലെ ഏറ്റവും വലിയ ചേരി പ്രദേശങ്ങളിൽ ഒന്നാണ് ധാരാവി. മെക്സിക്കോയിലെ നീസ എന്ന ചേരി പ്രദേശത്തിനും പാകിസ്ഥാനിലെ ഒറാങ്കി എന്ന ചേരി പ്രദേശത്തിനും ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് നമ്മുടെ ധാരാവി ചേരി. കൃത്യമായി പറഞ്ഞ 2.39 സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ ഏകദേശം 7 ലക്ഷം തൊട്ട് 10 ലക്ഷം പേരാണ് ഇവിടെ തിങ്ങിപ്പാർക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലെ മുഴുവൻ ആൾക്കാരും 2.39 സ്ക്വയർ കിലോമീറ്ററിൽ താമസിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയും വരും പോപ്പുലേഷൻ. ഒരൊറ്റൊരു മുറിയാണ്. അതിൽ തന്നെയാണ് ചിലപ്പോൾ ഒരു 5 പേര് 6 പേര് അല്ലെങ്കിൽ ഒരു 10 പേരൊക്കെ താമസിക്കുന്നത്. ഒക്കെ ഓരോ വീടുകളാണ്. മുകൾ ഭാഗത്ത് ഒരു കുടുംബം, താഴെ വേറൊരു കുടുംബം, അങ്ങനെയൊക്കെയാണ് താമസിക്കുന്നത്. അങ്ങനെ നമ്മൾ കറങ്ങി നടക്കുമ്പോൾ കുറച്ച് കുട്ടികളെ കണ്ടു. ആ കുട്ടികൾ അവരുടെ ധാരാവി കാണിച്ചു തരാന്ന് പറഞ്ഞു. Which way is better? This way is better. Okay, let's go. Okay. That way? Direction. Forest? Forest? No. We just want to see the slum. Okay. Hi, Dadu. Hi. Hey. Yeah, Kerala. Go, please. We'll be following you. ഒരുപാട് വീടുകളാണ് ചുറ്റും. ഓരോ Yo man, you're with iPhone? Yeah, that's good man.
ഇതിൽ ഓരോ ഗള്ളിയിലും ഒരുപാട് വീടുകൾ കാണാൻ പറ്റും. Shall we go out? ഇതൊക്കെയാണ് ധാരാവി. ഓരോ രണ്ട് സൈഡിലും കാണുന്നത് വീടുകളാണ്, കുഞ്ഞു വീടുകളാണ്. ഒരാൾക്ക് നടന്നു പോകാനുള്ള ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ധാരാവി കോളനിയിൽ തന്നെ ഉള്ള, സ്ലമ്മിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കുറച്ച് ഷോപ്സുകളൊക്കെയാണിത്. കുഞ്ഞു ഷോപ്സുകളാണ്. ഇത് നോക്കി ഇത്രയും ചെറിയ ഗള്ളിയാണ്. എല്ലാ സാധനവും ഉണ്ട്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മാർക്കറ്റുകൾ, ഫാൻസി, അതുപോലെ റൊബി എല്ലാം കാണും. ഒരുപാട് കുട്ടികളുണ്ട്. ചെറിയ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് കാണുന്ന ഓരോ വീടുകളാണ്, ഓരോ വീടുകളുടെ വാതിലാണ്. ഇതൊരു തോടാണ് കേട്ടോ, മൊത്തം വേസ്റ്റ് ആണ്. ആക്ച്വലി വെള്ളം നമുക്ക് കാണില്ല, അത്രയും വേസ്റ്റ് ആണ്. അങ്ങനെ നമ്മൾ ധാരാവിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ പോയത് ബാന്ദ്ര വോർലി സീലിംഗിനടുത്തുള്ള ഒരു പാർക്കിലേക്കായിരുന്നു. അവിടെ നല്ലൊരു ബാന്ദ്ര വോർലിയുടെ ഒരു വ്യൂയും അതുപോലെ സൺസെറ്റും നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് അങ്ങ് കേട്ടു. അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പ്ലാൻ ചെയ്തത്. അവിടെ എത്തുമ്പോൾ കറക്റ്റ് ടൈമായിരുന്നു സൺസെറ്റിന്റെ. അങ്ങനെ ഇത് ഞങ്ങളുടെ മുംബൈയിലെ രണ്ടാമത്തെ ദിവസം ഇവിടെ അവസാനിച്ചു. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് മുംബൈ സിറ്റിയാണ് നിങ്ങൾ കാണുന്നത്. പിന്നിൽ കാണുന്നത് ബാന്ദ്ര വോർലി സീലിംഗ് ആണ്. അപ്പം സൺസെറ്റ് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ആകാശം, നല്ല കളർഫുൾ ആയിട്ടുള്ള ആകാശം കിട്ടിയപ്പോൾ ഇവിടെ നിന്ന് തന്നെ കൺക്ലൂഡ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിന്. കമന്റ്സിലൂടെ നിങ്ങൾ ആ നിർദ്ദേശങ്ങൾ അറിയിക്കുക. ഞങ്ങളുടെ ബാക്കിയുള്ള മുംബൈ വിശേഷം അടുത്ത വീഡിയോയിൽ എന്തായാലും വരും. ഒരു ദിവസം കൂടി ഞങ്ങൾ ഇവിടെ ഉണ്ട്. യെസ്, എന്തായാലും എല്ലാവരും അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ, സീ യു.